അതെ, നല്ല ഇൻവെസ്റ്റ്മെൻറ്റിനപ്പുറത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേരളം പഴയ കേരളമല്ല, ഇത് പുതിയ കേരളമാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് അനുകൂലമല്ല. പല അഭിപ്രായങ്ങളുണ്ടാകും, നിലപാടുകളുണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും ഒരു ബോധമെന്നുള്ളത്. ഇനി ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നുള്ളത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയുന്നു. അത് ഞാൻ പറഞ്ഞൊരു യുണൈറ്റഡ് കേരള എന്ന നിലയിലേക്ക് നമുക്ക് ഈ സംഗമത്തിൽ മാറാൻ കഴിയും, ഉച്ചകോടിയിൽ മാറാൻ കഴിയും. രണ്ട്, കേരളം കുറേ കൂടി വിസിബിളായി. ഇപ്പോൾ ഇന്നലെ ശ്രീ പീയൂഷ് ഗോയൽ പോകുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗം അത് വിളിച്ചിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ നിയമമാറ്റങ്ങൾ എങ്ങനെ നമുക്ക് കുറേ കൂടി ഒരു ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ്ങിലേക്ക് എത്താൻ കഴിഞ്ഞു, അത് സംബന്ധിച്ച് അവിടെ ഒരു പ്രസൻറ്റേഷനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. KSIDC MD ശ്രീ ഹരികിഷോറിനെ ഇത് കഴിഞ്ഞാൽ ഉടൻ അല്ലേ നിങ്ങളുടെ മസൂറി ഈ ചൊവ്വാഴ്ച ഇദ്ദേഹത്തെ മസൂറിയിൽ ട്രെയിനിങ്ങിൽ വിളിച്ചത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ എങ്ങനെ കേരളം മുന്നോട്ട് പോയി, ആ സബ്ജക്റ്റാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം വിസിബിളായി. നമ്മളെ അവഗണിക്കാനായിട്ട് ആർക്കും കഴിയില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ പ്രധാനമാണ്. നമ്മുടെ നല്ല ചെറുപ്പക്കാരുടെ ആ ഒരു ഔട്ട്പുട്ടാണ് പ്രധാനം. അത് നമുക്ക് ടാലൻറ്റ് പൂള് ഇതെല്ലാം തന്നെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് രണ്ടാമത്തേത്. മൂന്ന്, നമ്മളിതൊരു ഒറ്റയ്ക്കൊരു ഇവൻ്റല്ല. സാധാരണ നിങ്ങൾ ഇതിനു മുൻപ് ഇത്തരം കാര്യങ്ങൾ കണ്ടവരുണ്ട് മാധ്യമപ്രവർത്തകരിൽ. ഇപ്പോൾ ശ്രീ കൃഷ്ണയിള പറഞ്ഞല്ലോ, അദ്ദേഹം പത്മഭൂഷണും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ്. അപ്പം പിന്നെ അദ്ദേഹം പങ്കെടുത്ത മറ്റ് സമ്മിറ്റുകൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം കൊണ്ടേ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ബെസ്റ്റാണെന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ഞങ്ങളോട് പറയുന്നതല്ല, നിങ്ങൾ കാണുമ്പോഴും അത് തന്നെയായിരിക്കും പറഞ്ഞത്. അതിന് കാരണം നമ്മളൊരു 3 വർഷത്തെ പ്ലാനിങ് ഉണ്ട്. ഇത് 2025 മതിയെന്ന് 2021 തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ ഒരു വർക്ക്, ഒരു ടീം. ഇപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല, ഞങ്ങളൊരു ടീം എന്ന നിലയിലാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ്, പിന്നെ നടത്തിയ മറ്റ് റോഡ് ഷോകൾ, ഇതിലെല്ലാം നമുക്ക് ഇത്ര പോകാൻ കഴിയും എന്നൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചാണ് പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇത്രയും തയ്യാറെടുപ്പുകളോടെ ഒരു സബ്മിറ്റും, സംരംഭകർ പറയുന്നത് CIA ഞങ്ങളുടെ ഒരു പാർട്ട്ണറാണല്ലോ, അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരിടത്തും നടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമ്മളൊരു വിസിബിലിറ്റി വന്നു ഈ യാത്രയിൽ. ആ വിസിബിലിറ്റിയുടെ പ്രധാന ഘട്ടമായി ഇപ്പോൾ പോയവർ, നിങ്ങൾ ഏത് സംരംഭകനോട് ചോദിച്ചോളൂ, അവർ ഇങ്ങോട്ട് വന്ന പോലെയല്ല പോയിട്ടുള്ളത്. അവർ കുറേ കൂടി ആത്മവിശ്വാസമാണ്. ഇത് കേട്ട കേരളമല്ല, അറിയുന്ന കേരളം. അതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അത് ഒന്ന് തിരിക്കണം. കാരണം നമ്മൾ ഇങ്ങനെയുള്ള ഓട്ടത്തിനിടയിൽ ഇപ്പോൾ വന്നതിൽ ഒരു ഭാഗം ഞങ്ങളുടെ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്, ഇത്ര കൊണ്ടുവരാമെന്നുള്ളത്. UAE എത്തിയില്ലെങ്കിലും ഇത്ര കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയതാണ്. അത് ഞങ്ങൾ പിന്നീട് കൗണ്ടർ ചെക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഭാഗം ഇന്നലെയായിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഒരു പ്രാഥമിക പരിശോധന ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ചിലത് ഇപ്പോൾ വന്നതിൽ തന്നെ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിപ്പോൾ അടുത്തൊരാഴ്ച ഞങ്ങൾ അതിൽ ഓരോന്നും സൂക്ഷ്മമായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ വന്നതിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ. ഇവിടെ വരുന്നു, അവരുടെ ക്രെഡൻഷ്യൽ നോക്കുന്നു, അവർ ചിലത് നമുക്ക് പറ്റാത്തതുണ്ടാവും, ചിലപ്പോൾ നിയമപരമായിട്ട് പ്രശ്നമുള്ളതുണ്ടാകും. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ 1 ലക്ഷം കോടി എന്നാണല്ലോ നേരത്തെ പലരും അറിഞ്ഞിരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷം 1.52 എത്തിയിരിക്കുന്നു. അത് ഞങ്ങൾ ഒന്നുകൂടി സ്ക്രീൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഉടൻ തുടങ്ങാൻ പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും, അത് കാറ്റഗറൈസ് ചെയ്യും. പിന്നെ ചില സെക്ടർ ബേസും തിരിക്കും. പിന്നെ ചിലത് കിൻഫ്ര ഏറ്റെടുക്കേണ്ടതുണ്ടാവും, ചിലത് KSIDC ആവുന്നുണ്ടാവും, ചിലത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 5-6 കാറ്റഗറി തിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു ടീം ഓരോന്നിനുണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ തന്നെ ഒരു ടോൾ ഫ്രീ നമ്പർ വരും, ഒരു പ്രത്യേക ഇമെയിൽ വരും, ഡാഷ്ബോർഡ് വരും, ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പ്രത്യേക ടീമുണ്ടാവും, ഒരു ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഉണ്ടാവും. നിയമപരമായി കൊണ്ടുപോകാൻ പറ്റാവുന്നതാണെങ്കിൽ അതിവേഗത്തിൽ തുടങ്ങുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി മീഡിയ കാണും. ഇത് ഓരോന്നും വെച്ചിട്ട് ഒരു റോഡ് മാപ്പ് എന്താണ്, ആക്ഷൻ പ്ലാൻ എന്താണ്, അത് ടൈം ബേസ് ആയിട്ട് നിങ്ങളോട് പറയാമെന്നാണ്. അത് എന്ന് വെച്ചാൽ വർക്ക് ഫ്രം കേരള, വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം പോലെ ഞാനിത് പുതിയ കോൺസെപ്റ്റാണെന്ന് ഞാൻ മന്ത്രി ഡൽഹിയിൽ പോയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, അതിൽ ഈ കോൺസെപ്റ്റ് ഞാൻ പറയുന്നുണ്ട്, വർക്ക് ഫ്രം കേരള എന്നുള്ളത്.
കേരളത്തിൻ്റെ കാലാവസ്ഥ, നമ്മുടെ വിഭവശേഷി അത് പ്രധാനമാണ്. പിന്നെ കേരളത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൊത്തം നഗരമാണ്. പിന്നെ എല്ലാ വീട്ടിലും വേണമെങ്കിൽ സ്ഥലമുണ്ട്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് നല്ലൊരു ശതമാനം വീടുകൾ. എല്ലാ വീട്ടിലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അത് നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വർക്ക് ഫ്രം കേരള എന്നത് ഒരു പുതിയ ടൂർ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇപ്പോൾ യൂബർ ഉണ്ടല്ലോ. യൂബർ അറിയാത്ത ആരും ഉണ്ടാവില്ല. യൂബറിൻ്റെ പ്രോഗ്രാം എവിടെ ഇരുന്ന് എഴുതിയേ? ശരിക്കൊരു കൗതുക വാർത്തയാണെങ്കിലും വർക്കലയിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ പീസ്ഫുള്ളായിട്ട് ഇരുന്നപ്പോൾ ഒരു പ്രോഗ്രാം വന്നു. അതാണ് പിന്നെ യൂബറായിട്ട് വികസിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെ ഇരുന്നാലും ഇപ്പോൾ കുറേ പ്രൊജക്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ടാറ്റ ചെയർമാനെ കണ്ടിട്ടുണ്ട്, ഒരു മാസം മുമ്പ് കണ്ടു. അതിപ്പോൾ അതിലേക്ക് വന്നിട്ടില്ല, EOI വന്നിട്ടില്ല. അത് പ്രധാനം ഒരു ഇൻ്റർനാഷണൽ ആയിട്ടൊരു കൺവെൻഷൻ സെൻറ്ററിലേക്ക് പറ്റുമെന്നുള്ളതാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പെരുമ്പാവൂർ റയോൺസിൻ്റെ സ്ഥലത്താണ് വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ ഒരു ഫ്ലെക്സിബിൾ PCB. അപ്പോൾ അങ്ങനെ നല്ല പ്രപ്പോസൽസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരളം ജോലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം എന്നതിലേക്ക് വരും. അല്ലല്ല, അത് ഞങ്ങൾ ചെയ്യുന്ന വർക്കൊന്നും നിങ്ങൾ പരിശോധിക്കുന്നില്ല, അതല്ലേ പ്രശ്നം. ഞാൻ പറഞ്ഞു, നമ്മൾ IIM കാലിക്കറ്റിനെ ചുമതലപ്പെടുത്തി. അവരൊരു വർഷത്തോളം എടുത്തു. ശ്രീ കിഷോറായിരുന്നു സ്പെഷ്യൽ ഓഫീസർ. തൊഴിലാളികളെ കണ്ടു, പ്ലാന്റേഷനെ കണ്ടു. വലിയ പ്രതിസന്ധി ഉണ്ട് ആ മേഖലയിൽ. ചില മേഖലയുടെ പ്രതിസന്ധി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കയർ ചോദിക്കില്ല, നിങ്ങൾ പ്രതിസന്ധി ഉണ്ട്. കയറിൽ പെട്ടെന്ന് കുറേ പണം കൊടുത്ത് ഇത് വാങ്ങി വയ്ക്കാം. വീണ്ടും കുറേ കഴിയുമ്പോൾ അടുത്ത പണം കൊടുക്കും. ഞാൻ വരുമ്പോൾ 28 ഗോഡൗണുകളിലാണ് കയറുണ്ടായിരുന്നത്. ഇനി പണം കൊടുത്ത് ഒരു 29 ഗോഡൗൺ എടുക്കും, അടുത്ത് 30. അതുകൊണ്ട് നമുക്ക് പരിഹാരമുണ്ട്. ജനങ്ങളുടെ പണമല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ഗോഡൗണിലുള്ളൂ. പുതിയ ഉൽപ്പന്നം, പുതിയ ഡിസൈൻ, കുറച്ച് സമയം എടുക്കും. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ പ്ലാന്റേഷൻ അവരുടെ റിപ്പോർട്ടിൻ്റെ IIM റിപ്പോർട്ടിൻ്റെ പ്രധാന ശുപാർശ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ്. 10 വർഷത്തിലധികം ലൈഫുള്ള കേരളത്തിൻ്റെ മണ്ണിന് പ്രതികൂലമല്ലാത്ത ഏതൊന്നും പ്ലാന്റേഷൻ ആക്കാം. പക്ഷേ പ്ലാന്റേഷൻ സ്വഭാവം പ്ലാന്റേഷനായിട്ട് തന്നെ നിലനിർത്തണം. അത് നോട്ടിഫൈ ചെയ്യണം. ടൂറിസം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് അനുവദിക്കേണ്ടതില്ല. പക്ഷേ ടൂറിസം അനുവദിക്കുമ്പോൾ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാവൂ. യൂണിവേഴ്സിറ്റി പ്ലാന്റേഷൻ കണ്ടിട്ടില്ല. ഇത് പ്ലാന്റേഷൻ പൊതുവെ റിപ്പോർട്ട് 1 വർഷം ആയി വന്നു. അതിപ്പോൾ സമർപ്പിച്ചിട്ട് 2 മാസമായി. ഞങ്ങളതിന് ശേഷം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ട്രേഡ് യൂണിയനുകൾ, പ്ലാന്റേഴ്സ് എല്ലാവരും ചേർന്ന് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഏകാന്തമായിട്ട് അംഗീകരിച്ചു. ഇനിയൊരു പോളിസി തീരുമാനം കൂടി വേണം. വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോയാൽ മാറ്റം. ഇപ്പോൾ റംബൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ അവക്കാഡോ, ഇതൊന്നും പ്ലാന്റേഷൻ വയ്ക്കാൻ പറ്റില്ല. കൊക്കോ, റബ്ബർ വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്ലാവ് പോലും പ്ലാന്റേഷനായിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിലെല്ലാവരും മാറ്റം ഉണ്ടാകുന്നതിന് സഹായകരമായ നിർദ്ദേശങ്ങളാണ്. പക്ഷേ പോളിസി ആയതുകൊണ്ട് ഒരു കൺസെൻസസ് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിച്ചത്.